ഹലോ, ഫിക്ഷൻ്റെ സെക്ഷനിൽ മൂന്നാമത്തെ സ്റ്റോറിയാണ് ഇന്ന് നോക്കുന്നത്. പൈതഗോറസ്, റിട്ടൺ ബൈ മേതിൽ രാധാകൃഷ്ണൻ. Let's read the introduction. Medil Radhakrishnan has written novels, poetry, short stories, and books on science. It is widely acknowledged that the uniqueness he brings to Malayalam literature can be seen in the intellectual component of his works. The noted poet and critic K. Sachidanandan has commented about Medil Radhakrishnan that there are very few in Indian fiction who can compare with this author in artistic innovation, intellectual ability, and original perception of things of life. All these three qualities are evident in the short stories as well, including Pythagoras. So, Medil Radhakrishnan was born in 1944. അദ്ദേഹം നോവൽസ്, പോയട്രി, ഷോർട്ട് സ്റ്റോറീസ് ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വർക്കുകൾ, സയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള വർക്കുകൾ അദ്ദേഹം ധാരാളം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വർക്ക്സിൻ്റെ ഒരു യൂണീക്ക്നെസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആർട്ടിസ്റ്റിക് ഇന്നോവേഷൻ, അതുപോലെ ഇൻ്റലക്ച്വൽ അബിലിറ്റി, ഒറിജിനൽ പെർസെപ്ഷൻ ഓഫ് തിങ്സ് ഓഫ് ലൈഫ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ വർക്കിനകത്ത് വരുന്ന ഒരു ഇൻ്റലക്ച്വൽ കമ്പോണൻറ്റ്, ഇമോഷണൽ ആയിട്ടുള്ള എലമെൻസിന് പകരം വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ വർക്കിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വർക്ക്സ് കുറച്ച് യൂണീക്കാണെന്ന് പറയാം. ഹിസ് ക്രിയേറ്റീവ് ക്യാനൻ ഇൻക്ലൂഡ്സ് നോവൽസ് ലൈക്ക് സൂര്യവംശം, ചുവന്ന വിദൂഷകരുടെ, അഞ്ചാം പതി, ഹിറ്റ്കോച്ചിൻ്റെ പ്രേമഗാനം, എക്സെട്ര. പോയറ്റിക് ആന്തോളജി ദാറ്റ് ഇൻക്ലൂഡ് പെൻഗിൻ, ഭൂമിയെയും മരണത്തെയും കുറിച്ച്, എക്സെട്ര. ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ് ലൈക്ക് നായകന്മാർ ശവപേടകങ്ങളിൽ, ഡിലാൻ തോമസിൻ്റെ പന്ത്, സംഗീതം ഒരു സമയകലയാണ്, ആൻഡ് സോ ഓൺ. ഇവയെല്ലാം അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള വർക്കുകളാണ്. ഇനി നമുക്ക് ഈ ഷോർട്ട് സ്റ്റോറിയിലേക്ക് പോകാം. പൈതഗോറസ് എന്ന ഷോർട്ട് സ്റ്റോറി ട്രാൻസ്ലേറ്റ് ചെയ്തത് സജി മാത്യു ആണ്. വളരെ അൺയൂഷ്വലായിട്ടുള്ളൊരു ഷോർട്ട് സ്റ്റോറിയാണിത്. ഇത് നമ്മൾ പുറമേ നോക്കുമ്പോഴേക്കും വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറിയാണ് നമുക്ക് തോന്നും. പക്ഷേ അദ്ദേഹം വളരെ ഇന്നോവേറ്റീവായ രീതിയിലാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ തീമെന്ന് പറയുന്നത് വളരെ ഓൾഡായിട്ടുള്ള ഹ്യൂമൻ കൈൻഡിനെ സംബന്ധിക്കുന്ന രീതി, അല്ലെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഓൾഡായിട്ടുള്ള ബിട്രയൽ ഇൻ ലവ് ആൻഡ് റിവെഞ്ച്, വളരെ ഓൾഡായിട്ടുള്ളൊരു തീമാണ്. ആ ഒരു തീമാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം ആ ഒരു തീം കൈകാര്യം ചെയ്യാൻ ഉപയോഗിച്ച ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്, അദ്ദേഹം ഉപയോഗിച്ച നറേറ്റീവ് ടെക്നിക്ക് എന്ന് പറയുന്നത് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു നറേറ്റീവ് ടെക്നിക്കാണ്. ഈ ഷോർട്ട് സ്റ്റോറിയിൽ 3 ക്യാരക്ടേഴ്സാണുള്ളത്. ഒരു വുമൺ ക്യാരക്ടറാണ് മന്ദാകിനി. ദെൻ 2 പേരും കൂടെ ഉണ്ട്, ഇക്ബാൽ ആൻഡ് മാത്യൂസ്. ഈ 3 പേരാണ് ഇതിനകത്ത് വരുന്ന മെയിൻ ക്യാരക്ടേഴ്സ്. ഈ കഥ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് പറയുന്നത്: പൈതഗോറസ് ഇസ് എ സോർട്ട് ഓഫ് കാർഡ് ഗെയിം പ്ലേഡ് ബൈ 3 ഹൂസ് ഒറിജിൻസ് ലൈ ഇൻ ഏൻഷ്യൻ ഗ്രീസ്. പൈതഗോറസ് എന്നുള്ളത് ആ ഒരു ടേം എന്താണ്, ആ ഒരു പേര് എന്താണെന്ന് പറഞ്ഞിട്ടാണ് ഈ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു കാർഡ് ഗെയിമാണ്. ഇത് ഒറിജിൻ ചെയ്തിട്ടുള്ളത് ഏൻഷ്യൻ ഗ്രീസിലാണ്. ബുക്സ് ഓൺ കാർഡ് ഗെയിംസ് ഓർ എൻസൈക്ലോപീഡിയാസ് മേ ബി സൈലൻറ്റ് എബൌട്ട് ഇറ്റ്. അപ്പോൾ ഈ ഒരു ഗെയിമിനെ കുറിച്ച് ബുക്കുകളൊന്നും, എൻസൈക്ലോപീഡിയ ഒന്നും അധികമൊന്നും പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു കാർഡ് ഗെയിം ഏൻഷ്യൻ ഗ്രീസിൽ ഉണ്ടായിരുന്നു. ചില സർക്കിളിൽ പെടുന്ന ആൾക്കാരെങ്കിലും ഈ ഒരു കാർഡ് ഗെയിം കളിക്കുമായിരുന്നു. ഈ ഒരു കാർഡ് ഗെയിം കളിച്ചതിന് ശേഷം അതിൽ വിന്നർ ചെയ്യുന്നത് അദ്ദേഹം ഒരു തോക്ക് വെച്ച് വെടിവെക്കുന്നത് പോലെ അദ്ദേഹം കൈകൊണ്ട് ഒരു ആക്ഷൻ കാണിക്കും. ഇതിൽ പരാജയപ്പെടുന്ന ആൾ, അയാൾ ബുള്ളറ്റ് കൊണ്ട് മരിച്ചു വീഴുന്നത് പോലെ അയാളും ആക്ഷൻ കാണിക്കും. ഇങ്ങനെയാണ് ആ ഗെയിം എൻഡ് ചെയ്യുന്നത്. ഈ ഒരു കാർഡ് ഗെയിമിനകത്ത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ആ ഒരു സ്ട്രക്ചർ, അതിനൊരു സിംബോളിക് മീനിങ് കിട്ടുന്നുണ്ട്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയാണ്, അല്ലെങ്കിൽ ഒരു ഐഡിയയാണ്, എ സെറ്റ് ഓഫ് റൂൾസ്, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനൊരു വെർട്ടിക്കൽ ലൈൻ ഉണ്ട്. ഓക്കെ, ആ ഒരു വെർട്ടിക്കൽ ലൈൻ സിംബലൈസ് ചെയ്യുന്നത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫൗണ്ടർ, അല്ലെങ്കിൽ ആ ഒരു റൂൾസിൻ്റെ, ആ ഒരു സെറ്റ് ഓഫ് ഐഡിയാസിൻ്റെ ഒരു ലീഡറിനെ ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിനൊരു സ്ലാൻഡിങ് ലൈൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഹൈപ്പോറ്റനസ്, അത് റിവീൽ ചെയ്യുന്നത് ഒരു സ്പൈ അല്ലെങ്കിൽ ഒരു ബിട്രയറാണ്. സോ ആ ഗ്രീക്കിൽ, അല്ലെങ്കിൽ ഗ്രീസിൽ കളിച്ചുകൊണ്ടിരുന്ന, ആ ഒരു ഗ്രീക്ക് അണ്ടർവേൾഡിൽ കളിച്ചുകൊണ്ടിരുന്ന ആ ഒരു പൈതഗോറസ് എന്ന കാർഡ് ഗെയിമിൽ
ഈ ഒരു രീതിയിലാണ് നമ്മളതിനെ സ്ട്രക്ചർ ചെയ്യുന്നത്. ആ 3 സൈഡും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ 3 രീതിയിലാണ്. ബേസ് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിന് എന്താണ് ഒരു വെർട്ടിക്കൽ ലൈൻ എന്ന് പറയുന്നത് ആ ലീഡർ, അതൊരു സ്ലാൻറ്റിങ് ലൈൻ എന്ന് പറയുന്നത് ഒരു സ്പൈ ആണ്. സോ ആ ഗെയിം കളിച്ചു കഴിഞ്ഞതിന് ശേഷം ആരാണോ ഇതിനകത്ത് തോൽക്കുന്നത് അയാളെ സ്പൈ ആയിട്ട് അല്ലെങ്കിൽ ബെട്രയറായിട്ട് കണക്കാക്കുകയും അതിലെന്താണ് വിജയിച്ചയാൾ അയാളെ വെടിവെച്ച് കൊല്ലുന്നതായിട്ട് സങ്കല്പിക്കുകയും ചെയ്യുന്നു. ഈ ഒരു സ്ട്രക്ചറാണ് ഈ ഒരു പൈതഗോറസ് എന്ന ഗെയിമിന് എടുത്തിട്ടുള്ളത്. കഥ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ പൈതഗോറസ് എന്ന കാർഡ് ഗെയിമിൻ്റെ റൂൾസിനെ കുറിച്ച് മാത്യൂസിന് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൈതഗോറസ് എന്ന് പറയുന്നത് ഗ്രീസിൽ കളിച്ചിരുന്ന ഒരു കാർഡ് ഗെയിമാണെന്നും അത് ഒരു പർട്ടിക്കുലർ സർക്കിളിനകത്ത് ചില ആളുകൾ കളിച്ചിരുന്നു എന്നും അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് എന്നൊക്കെ ഇതിൻ്റെ റൂൾസ് എന്താണെന്നുള്ളത് മന്ദാകിനിയാണ് മാത്യൂസിന് പറഞ്ഞുകൊണ്ടാണ് ഈ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. മന്ദാകിനി ഈ ഗെയിം പഠിച്ചത്, അതിൻ്റെ റൂൾസ് പഠിച്ചത് ഇക്ബാലിൽ നിന്നാണ്. ഇക്ബാലിനെ കുറിച്ച് പറയുന്നത് ഇവിടെ മന്ദാകിനിയുടെ ലവറായിട്ടാണ്. ഈ 3 പേര് ഫ്രണ്ട്സാണ്. അപ്പോൾ ഇവർ 3 പേരും തമ്മിൽ പരിചയപ്പെട്ടതിന് ശേഷം എല്ലാ ദിവസവും രാത്രിയിൽ സപ്പറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ 3 പേരും മന്ദാകിനിയുടെ സെക്കൻഡ് ഹൗസിൽ അസംബിൾ ചെയ്യുമായിരുന്നു. എന്തിനായിട്ടാണ്? ടു പ്ലേ പൈതഗോറസ്. ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് മന്ദാകിനിയുടെ സെക്കൻഡ് ഹൗസിലവിടെ 9 മണിയാകുമ്പോഴേക്കും അസംബിൾ ചെയ്യും. അപ്പോൾ മന്ദാകിനി ആ സമയത്ത് 9 മണിക്ക് മുൻപേ തന്നെ കളിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരും. അതുപോലെ തന്നെ ഇക്ബാലും ഷാർപ്പ് 9 മണിക്ക് അവിടെ എത്തിച്ചേരും. എന്നാൽ മാത്യൂസിന് സ്വന്തമായിട്ട് വർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം 9-നും 9:30 കൂടെ ആയിരിക്കും അദ്ദേഹം എത്തിച്ചേരുന്നത്. എന്നാൽ തലേ ദിവസം സാധാരണ ഇക്ബാൽ 9 മണിക്ക് എത്തിച്ചേരുന്നതാണ്. തലേ ദിവസം അദ്ദേഹം 10 മണി അടിച്ചിട്ടും എത്തിയില്ല. അപ്പോൾ മന്ദാകിനി മാത്യൂസും ഇക്ബാലിനെ വെയിറ്റ് ചെയ്തിരുന്ന് ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മന്ദാകിനി കുറച്ച് ഡിസ്റ്റർബ്ഡാണ്. ഇത്രയും സമയമായിട്ടും ഇക്ബാലിനെ കാണുന്നില്ല. അപ്പോൾ മാത്യൂസിനും ഇങ്ങനെ ബോറടിക്കുകയാണ്. അപ്പോൾ സാധാരണ അദ്ദേഹം ലേറ്റ് ആകാറുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്യൂസ് പറയുന്നുണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഗെയിം കളിക്കാം, 2 പേർക്ക് കളിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഗെയിം കളിക്കാം എന്ന് പറയുമ്പോഴും മന്ദാകിനി ഒരു ഇൻട്രസ്റ്റും കാണിക്കുന്നില്ല. കാരണം അവൾ കുറച്ച് ടെൻസ്ഡാണ്. ഇക്ബാൽ അവളുടെ ലവറാണ്. മന്ദാകിനി ഈ സമയമൊക്കെ തന്നെ വാച്ചിലും അതുപോലെ തന്നെ ടെലഫോണിൽ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. സമയം കളയാനായിട്ട് മാത്യൂസ് പറയുകയാണ് തൻ്റെ ഫ്രണ്ടായിട്ടുള്ള വെങ്കട്ട് ഒരു ഫിലിം കണ്ടു, അപ്പോൾ അതിൻ്റെ ഒരു കഥ പറയാം, അപ്പോൾ സമയം പോകണമല്ലോ, അങ്ങനെ പറയാനായിട്ട് തുടങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ കഥ എങ്ങനെയാണ്? ഒരു വീട്ടിൽ ഒരു പാർട്ടിയോ ഒരു ബാങ്കറ്റോ അങ്ങനെ എന്താണ്ടോ ഒരു കാര്യം നടക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും ഡേവിഡ് എന്ന പേരിൽ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഡേവിഡ് വരുന്നില്ല. ഡേവിഡ് എന്നാൽ ഇനി വരാനും പോകുന്നില്ല. കാരണം ഡേവിഡിനെ ആ വീട്ടിൽ തന്നെ കൊന്നിട്ട് ഒരു ബോക്സിനകത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ മാത്യൂസ് ഈ ഒരു കഥയിൽ പറഞ്ഞു വന്നപ്പോഴേക്കും മന്ദാകിനി വഴക്ക് പറയുന്നു. ഹേ മാത്യൂസ് പ്ലീസ് ഡോണ്ട് ടോക്ക് അബൌട്ട് ഡെത്ത് ഇൻ എ സിറ്റുവേഷൻ ലൈക്ക് ദിസ്. ഈ ഒരു സിറ്റുവേഷനിൽ ഒന്നാമത് ഇക്ബാലിനെ കാണാതെ ഇങ്ങനെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെയുള്ള കഥകളൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ട് മാത്യൂസിനോട് വഴക്ക് പറയുന്നുണ്ട്. വീണ്ടും കുറേ സമയം കഴിഞ്ഞ് പോയി. മന്ദാകിനി വളരെ സ്റ്റില്ലായിട്ടിരിക്കുകയാണ്. ഒന്നും പറയുന്നില്ല, ഒന്നും ചെയ്യുന്നുമില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് മിണ്ടാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം വീണ്ടും കാർഡൊക്കെ എടുക്കുന്നു, വെറുതെ ഒന്ന് ഷഫിൾ ചെയ്യുന്നു. വെറുതെ ക്യാഷ്വലിറ്റിങ്ങനെ ഷഫിൾ ചെയ്തിരുന്ന സമയത്ത് മന്ദാകിനി വീണ്ടും ശബ്ദവേർത്തി പറയാണ്, മാത്യൂസ് യു ആർ ടോർമെൻറ്റിങ് മീ നൗ. നീ ഇപ്പോഴെന്നെ ശല്യപ്പെടുത്തുകയാണ്. എനിക്ക് ഇക്ബാൽ വരുന്ന ആ ഒരു ഫുഡ് സ്റ്റെപ്സ് നീ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയാൽ, നീ ശബ്ദം ഉണ്ടാക്കിയാൽ, നീ കാർഡും ഇങ്ങനെ ഷഫിൾ ചെയ്യുന്ന സൗണ്ട് വെച്ച് കേട്ടാൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഫുഡ് സ്റ്റെപ്സ് കേൾക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നീ കുറച്ച് നേരം ഒന്ന് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് വീണ്ടും പറയുന്നുണ്ട്. എന്നാലും വീണ്ടും കുറേ സമയം കഴിഞ്ഞപ്പോഴേക്കും മാത്യൂസ് വീണ്ടും ഈ ഒരു സന്ദർഭത്തിന് യോജിക്കുന്ന രീതിയിലുള്ള കഥകളിലേക്കും അതുപോലെ മൂവീസിലോട്ടും വീണ്ടും പോകുന്നു. അദ്ദേഹം വീണ്ടും ഒരു റഷ്യൻ സ്റ്റോറിയെക്കുറിച്ച് പറയാൻ തുടങ്ങി. അദ്ദേഹം വീണ്ടും പറയുന്ന ആ കഥയെന്ന് പറയുന്നത് കുറച്ച് ആളുകളെക്കുറിച്ചാണ്, കുറച്ച് പ്രായമുള്ള ആളുകളെക്കുറിച്ചാണ്. അവർ എല്ലാ ദിവസവും വൈകുന്നേരം കാർഡ് കളിക്കാനായിട്ട് ഒരു സ്ഥലത്തിങ്ങനെ ഒരുമിച്ച് കൂടുമായിരുന്നു. ഒരു ദിവസം അതിൽ ഒരാൾ പെട്ടെന്ന് മരണപ്പെടുന്നു. അപ്പോൾ അദ്ദേഹം മരിച്ചതോടുകൂടെ ആ പ്ലേയേഴ്സിൻ്റെ ഇടയിൽ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സർക്കിൾ അത് ഇൻകംപ്ലീറ്റ് ആണെന്നൊരു ഫീലിംഗ് അവർക്കുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ കഥ ഇങ്ങനെ പറഞ്ഞു വന്ന സമയത്ത് മന്ദാകിനി കൂടുതലൊന്നും ഷൗട്ട് ചെയ്യുന്നില്ല, റിയാക്ട് ചെയ്യുന്നില്ല. പക്ഷെ അവൾ വീണ്ടും ചെവി ഒന്നുകൂടെ കൂർപ്പിച്ചിട്ട് താഴെ ഫുഡ് സ്റ്റെപ്സ് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നുള്ളത് കുറച്ചുകൂടെ ഒന്ന് അറ്റൻറ്റീവായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം കഥ നിർത്തിയിട്ട് ഇദ്ദേഹം ശ്രദ്ധിച്ചു. താഴെ വുഡൻ സ്റ്റെയറിൽ ഇക്ബാലിൻ്റെ ഫുഡ് സ്റ്റെപ്സ് അവർ 2 പേരും കേൾക്കുന്നുണ്ട്. ഈ സമയത്ത്
ഹോളിക്ക് എന്താണ് നമ്മൾ വെള്ളം കളർ മിക്സ് ചെയ്തിട്ട് ഒരു ട്യൂബ് വഴി സ്പ്രേ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ ഹോളിക്ക് ഒരു റെഡ് കളറിൽ ഒരു വെള്ളം ഒരു ട്യൂബ് വഴി എന്താണ് ചീറ്റുന്നത് പോലെ ആ ഡോറിനടുത്തായിട്ട് ഒരു ഫിഗർ പ്രത്യക്ഷപ്പെടുന്നു. അത് ഇക്ബാലായിരുന്നു. ഇക്ബാൽ അവിടെ എത്തിയ ഉടനെ തന്നെ, ഡോർ സ്റ്റെപ്പിന് അവിടെ എത്തിയ ഉടനെ തന്നെ അദ്ദേഹം എന്താണ് ഫ്രണ്ടിലേക്ക് അങ്ങ് വീഴുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടപ്പോഴേക്കും മാത്യൂസ് പെട്ടെന്ന് മന്ദാകിനിയോട് പറയുന്നു, മന്ദാകിനി ക്യൂ കോൾ യുവർ ഫാമിലി ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് മാത്യൂസ് ഇക്ബാലിൻ്റെ അടുത്തേക്ക് പോയി. മാത്യൂസ് വേഗം തന്നെ ഇക്ബാലിൻ്റെ കൈ പിടിച്ചിട്ട് പൾസ് നോക്കുന്നുണ്ട്. പൾസ് നോക്കിയ സമയത്ത് മാത്യൂസിന് ഫീൽ ചെയ്ത് എങ്ങനെയാണ്, ടു മീ ഇക്ബാൽ സീം ടു ബി വാക്കിംഗ് അവേ ഓൺ എ സ്ട്രീറ്റ് ദാറ്റ് എക്കോഡ് വിത്ത് ഹിസ് ഫുഡ് സ്റ്റെപ്സ്. അദ്ദേഹം ഇക്ബാൽ ഒരു എന്താണ് ആ സ്ട്രീറ്റ് വഴി ഇങ്ങനെ നടന്നു പോകുന്ന ആ കാൽപ്പടികൾ കാലടിപ്പാടുകൾ അദ്ദേഹത്തിന് കേൾക്കുന്നത് പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. വീണ്ടും അദ്ദേഹം പൾസ് നോക്കിയപ്പോഴേക്കും മനസ്സിലായി ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞു. ഈ പൾസ് നിലച്ചു എന്നുള്ളത് മനസ്സിലായ സമയത്ത് ഇദ്ദേഹം മന്ദാകിനിയുടെ ഫോൺ കോളൊന്ന് ശ്രദ്ധിച്ചു. കുറച്ച് വ്യത്യസ്തമായ വളരെ സ്ട്രേഞ്ചായ രീതിയിൽ മന്ദാകിനിയുടെ കോൺവെർസേഷൻ അദ്ദേഹത്തിന് കേട്ടു. അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഹാസ് റീച്ച്ഡ്, നോ, ഹിയർ ഇൻ ദ ഹൗസ് വേർ വി പ്ലേ, നോ നോ, ഓൾറെഡി ഫോൾ ഡൗൺ, നോ, നോ നീഡ് ടു സെൻഡ് എനിവൺ, ഐ ഷാൽ ഹാൻഡിൽ ഇറ്റ്, നോ വേ, ഹി വിൽ ഗെറ്റ് അപ്പ് അഗെയിൻ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മന്ദാകിനിയോട് മാത്യു ചോദിക്കുന്നുണ്ട്, നീ ആരെയാണ് ഫോൺ ചെയ്തത്, നീ ആരോട് സംസാരിച്ചത്? മന്ദാകിനി റിപ്ലൈ ചെയ്താണ്, ടു ദ തേർഡ് പ്ലെയർ. അപ്പോൾ ഇത് കേട്ടിട്ട് മാത്യൂസിനൊന്നും മനസ്സിലാകുന്നില്ല. ശരിക്കും ആ ഒരു ഗെയിമിനകത്ത്, അവർ കളിക്കുന്ന കാർഡ് ഗെയിമിനകത്ത് 3 പ്ലെയേഴ്സ് എന്ന് പറയുന്നത് മന്ദാകിനിയും മാത്യൂസും ഇപ്പോൾ മരിച്ച ഇക്ബാലുമാണ്. പക്ഷേ മന്ദാകിനി പറയുന്നത് അവൾ സംസാരിച്ചത് ടു ദ തേർഡ് പ്ലെയർ, 3ാമത്തെ പ്ലെയറിനോടാണ് സംസാരിച്ചത്. അപ്പോൾ ഈ പറയൊന്നും ഇയാൾക്ക് മനസ്സിലായി. അയാൾ വളരെ പസിൽഡായിട്ട് ഇങ്ങനെ മന്ദാകിനിയെ തന്നെ സ്റ്റെയർ ചെയ്യാണ്. ഈ സമയത്ത് ഒരു ആളിനോട് പുതിയൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്ന അതേ രീതിയിൽ ഈ കാർഡ് ഗെയിമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്യൂസിന് വീണ്ടും മന്ദാകിനി പറഞ്ഞു കൊടുക്കുകയാണ്. മന്ദാകിനി പറയുന്നത് എങ്ങനെയാണ്, എക്സെപ്റ്റ് ദാറ്റ് ഇറ്റ് ഈസ് എ ഗെയിം ഫോർ 3, യു നോ നത്തിങ് അബൌട്ട് പൈതഗോറസ്. ഇത് 3 പേര് തമ്മിലൊരു കളിയാണെന്ന് മാത്രമേ നിനക്കറിയാവൂ. ഇതിന് വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്, നിനക്കതൊന്നും അറിയില്ല. ഇറ്റ് ഇസ് ദ ഇൻവെൻഷൻ ഓഫ് ദ ആൻഷ്യൻ ഗ്രീക്ക് അണ്ടർവേൾഡ്. ഇത് ആൻഷ്യൻ ഗ്രീക്കിലെ അണ്ടർവേൾഡിൽ എന്താണ് ഒരു ബിഗിൻ ചെയ്തു വന്ന ഒരു ഗെയിമാണ്. നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ആ ശരിക്കുള്ള ഗ്രീസിൽ ഒറിജിൻ ചെയ്ത ആ ഗെയിമിൻ്റെ ജസ്റ്റ് ഒരു ഇമിറ്റേഷൻ മാത്രമാണ്, റിയൽ ഗെയിം അല്ല. ഈ റിയൽ ഗെയിമിനകത്ത് വിന്നർ ലൂസറെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ് ചെയ്യുന്നത്. ആ വളരെ ഫേമസ് ആയിട്ടുള്ള ആ ഒരു ട്രയാങ്കിളിൻ്റെ മീനിങ് വളരെ ഡിഫറെൻറ്റ് മീനിങ് ആണ് ഇതിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. മന്ദാകിനി പറയുന്നത് എങ്ങനെയാണ്, ദ ഹൊറിസോണ്ടൽ ലൈൻ ദാറ്റ് ഇസ് ദ ബേസ്, ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, the underworld order as firm as the base. The vertical line that is the founder, the leader, he who stands erect on the base, unyielding. The slanting line, the line that leads, the spy, the betrayer. ആ സ്ലാൻഡിങ് ലൈൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്പൈ അദ്ദേഹമാണ് എല്ലാ സമയത്തും കൊല്ലപ്പെടേണ്ടത്. മന്ദാകിനി ഇങ്ങനെയാണ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നത്, വൺ ഹു ഈസ് നോട്ട് എ സ്പൈ നെവർ ലൂസസ്, ദാറ്റ്സ് ദ ഓർഡർ ഓഫ് ദ ഗെയിം. Iqbal, who stood alive within the door frame a while ago, would have taught you this. It was according to the rules of Pythagoras that Iqbal survived up to this moment, and by the same rules he was now dead. ഈ ഒരു റൂള് അനുസരിച്ചാണ് ഇത്രയും കാലം, അതായത് സ്പൈ എന്ന് പറയുന്ന ആ ഒരു സ്ലാൻഡിങ് ലൈൻ ഉദ്ദേശിക്കുന്ന ആൾ, അദ്ദേഹം കൊല്ലപ്പെടേണ്ട ആളാണ്, അത് ലൂസറാണ്. അപ്പോൾ ഇത്രയും കാലം ഇക്ബാൽ എന്തുകൊണ്ടാണ് ജീവിച്ചത്? കാരണം ആ ഒരു ഗെയിമിൻ്റെ റൂൾ അനുസരിച്ചാണ്. എന്നാൽ ഇപ്പോൾ ഇക്ബാൽ കൊല്ലപ്പെട്ടതും ആ സെയിം ഗെയിം പറയുന്ന റൂൾസ് അനുസരിച്ച് തന്നെയാണ്. അപ്പോൾ കഥ എൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തൊരു വളരെ കണ്ടിന്യൂറ്റി ഉള്ള ഒരു കണ്ടിന്യൂഷൻ തോന്നുന്ന രീതിയിലുള്ള ഒരു കഥയല്ല. കുറേ ഗ്യാപ്പൊക്കെ നമുക്കിതിനകത്ത് ഫീൽ ചെയ്യും. കുറച്ച് കാര്യങ്ങൾ നമുക്ക് വീണ്ടും വായിച്ചാൽ മാത്രമേ വീണ്ടും നമുക്കതിനൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിലാണ് കഥയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് ഒരു തേർഡ് പ്ലെയർ ഇതിനകത്തുണ്ട്. സോ ഒരുപക്ഷെ ഇക്ബാൽ മന്ദാകിനിയെ ചതിച്ചിട്ടുണ്ടാകാം, ബിട്രേ ആയിരിക്കാം. അത് അറിയാതെ ആയിരിക്കാം, അത് അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടായിരിക്കാം അതുവരെ അദ്ദേഹം മരിക്കാതിരുന്നത്. പക്ഷെ അതിനെപ്പറ്റി ബോധവാൻ ആയ സമയത്താണ് ഇക്ബാൽ എന്ത് ചെയ്യുന്നത്, കൊല്ലപ്പെടുന്നത്. അതിൻ്റെ ഒരു റിവഞ്ച് ആയിട്ടായിരിക്കാം ഇക്ബാലിനെ കൊല്ലുന്നത്. സോ ഒരു വളരെ കോമൺ ആയിട്ടൊരു തീമാണ് ബിട്രയൽ ഇൻ ലവ് ആൻഡ് റിവഞ്ച്.
ആ ഒരു തീം വെച്ചിട്ട് അദ്ദേഹം എഴുതിയ മേതിൽ രാധാകൃഷ്ണൻ എഴുതിയ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് വളരെ ഇംഗ്ലീഷായ രീതിയിൽ മാത്രമേ നമുക്കതിനൊന്ന് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന സമ്മറി കൂടെ ഒന്ന് വായിച്ചു നോക്കാം. പൈതഗോറസ്, ട്രാൻസ്ലേറ്റഡ് ബൈ സജി മാത്യു, ഇസ് എ unusual short story in that it is at once simple and subtle. The theme is as old as humankind itself, betrayal in love and revenge. But what makes the plot interesting is the narrative technique it employs. The story appears to have a four-legged structure, with each of the upper layers taking off from one immediately below it. At the base is the famous Pythagorean theorem of the right-angled triangle. Just above it is the myth of how the ancient Greek underworld used it as a motto of sorts to work out their strategies. On top of it is the card game Pythagoras, which gives it a playfully symbolic twist to create the rules. And at the apex is the central and most crucial event, which is the result of the dynamics between two of the central characters, Mandagini and Iqbal, and the latter's unnamed lover. So, ഈ കഥയിൽ എഴുതിയിരിക്കുന്നത് ഒരു 4 ലെയർ സ്ട്രക്ചർ കൂടെയാണ്. അതായത് കഥ മുന്നോട്ട് പോകുന്നതനുസരിച്ച്, നമ്മൾ വായിച്ച് പോകുന്നതനുസരിച്ച് ഓരോ ലെയറായിട്ട് നമുക്കത് മനസ്സിലാകാനായിട്ട് സാധിക്കും. ഏറ്റവും ബേസ് ലെവലിൽ വരുന്ന ആ ഒരു ലെയർ എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ആ ഒരു പൈതഗോറിയൻ തിയറമാണ്. ആ ഫേമസ് ആയിട്ടുള്ള പൈതഗോറിയൻ തിയറം ഓഫ് ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ലെയറിൽ വരുന്നത് ആ ഒരു മിത്താണ്. എങ്ങനെയാണ് ഗ്രീക്ക് അണ്ടർവേൾഡ് അതിനെ ഉപയോഗിച്ചിരുന്നത്, അതിനവരൊരു സ്ട്രാറ്റജിയാക്കി ഉപയോഗിച്ചിരുന്നുള്ളത് അടുത്ത ലെയറായിട്ട് വരുന്നുണ്ട്. സോ അതിന് ശേഷം വരുന്ന ലെയർ എന്ന് പറയുന്നത് ആ ഒരു കാർഡ് ഗെയിമാണ്. പൈതഗോറസ് എന്ന ടൈറ്റിൽ ഉപയോഗിക്കുന്ന ഒരു കാർഡ് ഗെയിമാണ്. വളരെ നല്ലൊരു സിംബോളിക് ട്വിസ്റ്റ് കൊടുക്കുന്ന, അല്ലെങ്കിൽ വളരെ അതിൻ്റെ ഒരു പ്രത്യേക റൂൾസൊക്കെ വെച്ച് പറയുന്ന ഒരു കാർഡ് ഗെയിമാണ് ആ മൂന്നാമത്തെ ലെയർ എന്ന് പറയുന്നത്. അതായത് ഏറ്റവും അപ്പെക്സിൽ, ഏറ്റവും മുകളിലായിട്ട് വരുന്ന, ഏറ്റവും അവസാനമായിട്ട് വരുന്ന ആ ഒരു ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആ ഒരു ലെയറാണ്. മന്ദാകിനി, ഇക്ബാൽ, അതുപോലെ തന്നെ ഒരു അൺനെയിംഡ് ലവർ ഉൾപ്പെടുന്ന ആ ഒരു സ്ട്രക്ചറിൽ പറയുന്ന ഒരു ലെയറാണ്. ഇങ്ങനെ 4 ലെയറായിട്ടാണ് ഈ സ്റ്റോറി നമ്മുടെ റൈറ്റർ എഴുതിയിട്ടുള്ളത്. ഫോർ ഓൾ ദ എലാബറേറ്റ്നെസ് ഓഫ് ദിസ് എക്സ്പോസിഷണൽ സ്റ്റൈൽ, the most vital segment of the story is left unstated. The writer has sprinkled a lot of clues and suggestions to point to the murder without, however, mentioning it by name or specifically indicating the motive behind it. Thus, the reader has the aesthetically pleasurable task of going back to the story, rereading certain segments with more attention, understanding their hidden import, and filling in the gaps in order to build the 4 decks and complete the story. The active decoding that is demanded of the readers is what makes this work unique. ഈ കഥയുടെ ഒരു യുണീക്ക് സ്റ്റൈൽ എന്ന് പറയുന്നത്, ഇവിടെ പല കാര്യങ്ങളും അൺസ്റ്റേറ്റഡ് ആണ്, പലതും അൺടോൾഡ് ആണ്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം റൈറ്റർ എന്ത് ചെയ്യുന്നു, കുറേ കാര്യങ്ങൾ അവിടെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തിട്ടിരിക്കുന്നു, കുറേ സജഷൻസും കുറേ ക്ലൂസും ഇട്ടിരിക്കുന്നു. എന്തിനാണ് മർഡർ ചെയ്തത്, ആരാണ് ചെയ്തത്, ഇങ്ങനെ ഒരു കാര്യങ്ങൾ അതിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ മോട്ടീവ് എന്താണ്, ഇതൊന്നും തന്നെ പറയുന്നില്ല. പക്ഷേ നമ്മൾ വായിക്കുന്ന ആൾക്കാർ, റീഡറിൻ്റെ ഒരു പ്ലഷറാണ് വീണ്ടും വായിക്കുക, വീണ്ടും അതിനകത്തുനിന്ന് തന്നെ പല ക്ലൂസും എടുത്തിട്ട് ആ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യുക. അപ്പോൾ അത് അങ്ങനെ വായിച്ച് ആ ഒരു പ്ലഷർ കിട്ടുക എന്ന് പറയുന്നത് തന്നെയാണ് ഈ ഒരു സ്റ്റോറിയുടെ ഒരു യുണീക്ക് ക്വാളിറ്റി എന്ന് പറയുന്നത്. റീഡറുടെ ഭാഗത്തു നിന്നുള്ളൊരു വളരെ ആക്റ്റീവായൊരു ഡീകോഡിങ് ഈ ഒരു സ്റ്റോറി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രത്യേകതയാണ് ഈ വർക്കിനെ യുണീക്കായിട്ട് മാറ്റി നിർത്തുന്നത്. സോ ഇത്രയുമാണ് ഈ സ്റ്റോറിയെക്കുറിച്ച് പറയാനുള്ളത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വായിക്കുക, കൂടുതൽ പോയിൻറ്റ്സ് കണ്ടെത്തുക. താങ്ക് യു.